സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കാൻ ആലോചന. ചെക്ക് പോസ്റ്റിലെ സേവനങ്ങൾ ഓൺലൈൻ ആയതോടെയാണ് ഈ നീക്കം. ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം ഗതാഗത വകുപ്പിന് കൈമാറും. ഒരുങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആക്കിയത് കൊണ്ട് ഈ ഇത്തരത്തിലുള്ള ചെക്ക് പോസ്റ്റുകൾ ആവശ്യമില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഗതാഗത വകുപ്പ് പോകുന്നു. പക്ഷേ അതൊക്കെ ആണെങ്കിലും അഴിമതിയുടെ ഒരു ചെക്ക് പോസ്റ്റ് കൂടിയാണ് പലയിടത്തും. കഴിഞ്ഞ ദിവസം പാലക്കാട് എത്ര ലക്ഷം രൂപയാണ് പിടികൂടിയത് പരിശോധനകളിലായി. അതെ, അപ്പോൾ അവിടെ ആളെ നിർത്താത്തത് തന്നെയാണ് അഴിമതി കുറയ്ക്കാനുള്ളൊരു വഴി കൂടിയായി ഇതിനെ നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? പ്രജിത് മോഹനൻ. ഈ അഴിമതി നിർത്താനുള്ളതാണോ എന്നുള്ള സംശയമുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ വകുപ്പിന് വലിയ നാണക്കേടായിട്ടുണ്ട്. അല്പം മുൻപ് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെയാണ് ഏതാണ്ട് 2 ലക്ഷത്തിൽ താഴെ അത്രയും രൂപയോളം പാലക്കാട് നിന്ന് മാത്രം പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തെ 20ഓളം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഇത്തരത്തിലുള്ള ചെക്ക് പോസ്റ്റുകളുണ്ട്. ഈ ചെക്ക് പോസ്റ്റുകളെല്ലാം കാലഹരണപ്പെട്ടതാണെന്നും ഇതിൻ്റെ ആവശ്യം തുടരേണ്ടതില്ല എന്നുള്ളത് നേരത്തെ തന്നെ കേന്ദ്ര നിർദ്ദേശമുണ്ട്. എന്നാൽ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അത്തരത്തിൽ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കിയത്. കേരളത്തിൽ നിലവിൽ ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റുകൾ തുടർന്നു വരികയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങളടക്കം ചില പരിശോധനകളും ഒക്കെ അവിടെ നടക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും വലിയ രീതിയിലുള്ള അഴിമതി അവിടെ നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കൈക്കൂലി വാങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പല തവണ ഈ രീതിയിൽ പരിശോധനകൾ നടക്കുകയും ഈ പരിശോധനകളിലെല്ലാം ഈ രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നാലെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ഓരോ ചെക്ക് പോസ്റ്റിലും പരിശോധനയ്ക്ക് വിജിലൻസിന്റെ മിന്നൽ പരിശോധനയ്ക്ക് ഉന്നത ഉദ്യോഗസ്ഥർ എത്താനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പുകളിൽ ചില മുന്നറിയിപ്പ് സന്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. ഈ ചെക്ക് പോസ്റ്റിൽ ഇന്ന് പിരിവ് നടത്തരുത്, അതായത് കൈക്കൂലി വാങ്ങരുത് എന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ എത്തിയിരുന്നു. ഈ സന്ദേശങ്ങളൊക്കെ പിന്നീട് പുറത്തു വരികയും വാർത്താ പ്രാധാന്യം നേടുകയും ഒക്കെ ചെയ്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഒരു പൂർണ്ണമായും വകുപ്പിന് നാണക്കേട് ഉണ്ടാകുന്ന രീതിയിൽ ഈ ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം മാറിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അടിയന്തരമായി ഈ രീതിയിലുള്ളൊരു ശുപാർശ ചെക്ക് പോസ്റ്റുകളുടെ നിർത്തലാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വകുപ്പ് പോയിരിക്കുന്നത്. എന്തായാലും GST വകുപ്പുമായി സഹകരിച്ചുകൊണ്ടുള്ള പുതിയ പരിശോധനയ്ക്കാണ് ഗതാഗത കമ്മീഷണർ സർക്കാരിന് ശുപാർശ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. അങ്ങനെ ഏറെക്കാലമായി പ്രവർത്തിച്ചു വന്നിരുന്ന കേന്ദ്രം നേരത്തെ തന്നെ കാലഹരണപ്പെട്ട സിസ്റ്റം എന്ന് വിളിച്ചിരുന്ന സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ അഴിമതിയുടെ കേന്ദ്രം എന്ന് വിളിപ്പേരായിട്ട് മാറിയിട്ടുള്ള ചെക്ക് പോസ്റ്റുകൾ അത് നിർത്തലാക്കുന്നതിലേക്ക് സംസ്ഥാനം കടക്കുകയാണ്. പ്രജിത്ത്, ചുരുക്കി പറഞ്ഞാൽ ഈ ചെക്ക് പോസ്റ്റുകളിൽ ഇരിക്കുന്നവരെ ചെക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. അതെ, അങ്ങനെയാണ്. കാരണം ഈ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെയാണ് ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ ഇന്നേ ദിവസം ഇന്ന ചെക്ക് പോസ്റ്റിൽ പിരിവ് നടത്തരുത് എന്നൊക്കെയുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കുന്ന രീതിയിലേക്ക് സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെയാണ് ഈ എത്രയധികം ഓൺലൈനായി അല്ലെങ്കിൽ എത്രയധികം സാങ്കേതികമായി പുരോഗമിച്ചാലും ചില പഴഞ്ചൻ രീതികൾ നമ്മുടെ സംസ്ഥാനത്തെ പല വകുപ്പുകളിലും തുടരുന്നു എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ടാക്സ് പെർമിറ്റ് ഒക്കെ ഓൺലൈൻ വഴി അടച്ച് നമ്മുടെ സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന മറ്റു പുറത്തുനിന്നുള്ള വാഹനങ്ങളുണ്ടെങ്കിലും ഈ ഡ്രൈവർമാർ ഇതൊക്കെ പ്രിന്റ് ഔട്ട് എടുത്ത് അത് മോട്ടോർ വാഹന വകുപ്പിനെ അല്ലെങ്കിൽ ഈ ചെക്ക് പോസ്റ്റുകളിൽ അത് കാണിക്കണം എന്നുള്ളൊരു കാലഹരണപ്പെട്ട രീതി നിലനിന്നിരുന്നു. ഇതൊന്നും ആവശ്യമില്ലാത്തതാണെന്ന് എല്ലാ ഉദ്യോഗസ്ഥർക്കും അറിയാം. പക്ഷേ തുടർന്ന് വന്ന രീതികളാണ്, പിരിവൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊന്നും പെട്ടെന്ന് നിർത്തലാക്കിയാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കിമ്പളത്തിൽ വലിയ കുറവ് വരുമെന്നുള്ളൊരു യാഥാർത്ഥ്യ ഉദ്യോഗസ്ഥർക്കറിയാം. അതുകൊണ്ട് തന്നെ നിർബാധം ഇതെല്ലാം തുടർന്ന് വന്നിരുന്നു. സർക്കാരും വലിയ രീതിയിലുള്ള ഒരു കണ്ടെന്ന് നടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. കാരണം ഈ സംഘടനകളുടെയൊക്കെ അസോസിയേഷനുകളുടെയൊക്കെ തലപ്പത്തുള്ള രാഷ്ട്രീയ സ്വാധീനമൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് പോയിരുന്നില്ല. പക്ഷേ ഈ വിജിലൻസ് പരിശോധനയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ അത് വകുപ്പിനും സർക്കാരിനും ഒക്കെ വലിയ നാണക്കേടായി മാറിയ സാഹചര്യത്തിൽ കൂടെയാണ് ഈ സംവിധാനം തന്നെ വേണ്ട എന്ന രീതിയിലേക്ക് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പോകുന്നത്. വരുന്ന ഉദ്യോഗസ്ഥരാര്, എന്നാണ് പരിശോധന നടക്കുക, ഏതൊക്കെ ചെക്ക് പോസ്റ്റുകളെയാണ് അവർ കൂടുതലായി ശ്രദ്ധിക്കുന്നത് തുടങ്ങി മോട്ടോർ വാഹന വകുപ്പിലെ വിജിലൻസുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളുടെ രഹസ്യ വിവരങ്ങൾ പോലും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഉദ്യോഗസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയച്ചു കളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോഴാണ് ഉദ്യോഗസ്ഥർ ഇപ്പോഴെങ്കിലും ഉണർന്നത്, മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോഴെങ്കിലും ഉണർന്നത്. ഇനിയും ഇത്തരമൊരു വകുപ്പിനും സർക്കാരിനും ഒക്കെ നാണക്കേടായി ഇത്തരമൊരു സംവിധാനം തുടരേണ്ടതില്ല എന്നൊരു നയത്തിലേക്ക് പോയത്. നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് ഈ സാങ്കേതിക വിദ്യ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ ചില വകുപ്പുകൾ, സർക്കാർ വകുപ്പുകൾ ഇപ്പോഴും ഇങ്ങനെ
ചില മുടന്തൻ ന്യായങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയാണ്, അഴിമതിക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങാൻ വേണ്ടിയാണ് എന്ന് പലതിനും തെളിയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചെക്ക് പോസ്റ്റുകളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി, അത് ഈ പറയുന്ന 20ഓളം ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് മിക്കവാറും എല്ലായിടത്തും നിരന്തരമായി ഇപ്പോൾ പരിശോധന നടത്തുകയും വലിയ രീതിയിൽ ഈ രീതിയിൽ കൈക്കൂലി പണം കണ്ടുപിടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനൊരു സമാന്തര സർവീസ് പോലെ തന്നെ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ഇതിനൊരു പൊതുവോ അല്ലെങ്കിൽ ഒരു സാധാരണ നിലയിലായിരിക്കുന്ന തങ്ങളുടെ ഒരു റൊട്ടീൻ ഏർപ്പാടായി ഈ കൈക്കൂലി വാങ്ങുന്നതൊക്കെ മാറിയിട്ടുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം ഇനിയെങ്കിലും കണ്ടില്ലെങ്കിൽ അത് കൂടുതൽ നാണക്കേടിലേക്ക് പോകും എന്ന രീതിയിലുള്ള ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു നടപടി വന്നിരിക്കുന്നത്. GST വകുപ്പുമായി സഹകരിച്ചുള്ള പരിശോധനയ്ക്ക് തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു തീരുമാനം. അതിനുള്ള ശുപാർശയും ഉടൻ സർക്കാരിന് സമർപ്പിക്കുന്നതായിരിക്കും. അതെ, അങ്ങനെയെങ്കിലും അഴിമതി ഇല്ല, കുറച്ചെങ്കിലും അഴിമതി തടയാൻ കഴിയട്ടെ. ചെക്ക് പോസ്റ്റിൽ നിന്നും ആളെ ഒഴിവാക്കിക്കൊണ്ട് അഴിമതി കുറയ്ക്കാനുള്ള ശ്രമമാണ് ഗതാഗത വകുപ്പ് തുടരുന്നത്. നേരത്തെ പ്രജിത്ത് പറഞ്ഞ പോലെ തന്നെ അതൊരു നാണക്കെട്ട അവസ്ഥ തന്നെയാണ് ഗതാഗത വകുപ്പിനെ സംബന്ധിച്ച്, ചെക്ക് പോസ്റ്റുകളിൽ പണം വാങ്ങുന്നു എന്നുള്ളത്. അതുകൊണ്ട് ആ പരിശോധന ഒഴിവാക്കുകയാണ്.